ഹായ് ഹലോ മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. നമുക്കൊന്ന് നോക്കാം. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷനിലായിരിക്കും, അതല്ല നോ കോണ്ടാക്റ്റ് ആയിരിക്കാം, ലെസ് കോണ്ടാക്റ്റ് ആയിരിക്കാം, എന്ത് തന്നെ ആയിരുന്നാലും നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിൽ നിങ്ങളുണ്ടോ? ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഈ വീഡിയോ കാണുന്ന വ്യക്തികളുടെ പേഴ്സൻ്റെ മനസ്സിൽ അവരോടുള്ള സ്നേഹമുണ്ടോ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. നിങ്ങൾ പ്രാർത്ഥിക്കുക. പ്ലീസ് ഗൈഡ് മീ. കറക്റ്റായിട്ടുള്ള ഒരു റീഡിങ് തന്നെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. നിങ്ങളുടെ എനർജി അയയ്ക്കുക. നിങ്ങളുടെ തന്നെ റീഡിങ് കിട്ടുന്നതിന് വേണ്ടി, ഈ വരുന്നത് നിങ്ങളുടെ തന്നെ റീഡിങ് ആകുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. ഈ വീഡിയോ കാണുന്ന വ്യക്തിയുടെ പേഴ്സൻ്റെ മനസ്സിൽ ഈ വീഡിയോ കാണുന്ന വ്യക്തി ഉണ്ടോ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. ഈ വീഡിയോ കാണുന്ന വ്യക്തിയുടെ പേഴ്സൻ്റെ മനസ്സിൽ ആ വ്യക്തി ഉണ്ടോ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. വീഡിയോ കാണുന്ന വ്യക്തി ഉണ്ടോ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ, please guide me mother universe, please guide me, please guide me mother universe, please guide me, please guide me mother universe. ഈ വീഡിയോ കാണുന്ന വ്യക്തിയുടെ പേഴ്സൻ്റെ മനസ്സിൽ ആ വ്യക്തി ഉണ്ടോ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഈ വീഡിയോ കാണുന്ന വ്യക്തിയുടെ പേഴ്സൻ്റെ മനസ്സിൽ ആ വ്യക്തി ഉണ്ടോ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ, please guide me mother universe, please guide me. Thank you universe, thank you, thank you, thank you, thank you universe. ഏറ്റവും കറക്റ്റായിട്ടുള്ള റീഡിങ് തന്നതിനായി ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. നിങ്ങളുണ്ട്. ഓക്കെ, 10 ഓഫ് കപ്പാണ് ആദ്യത്തെ കാർഡ് വന്നിരിക്കുന്നത്. ഓക്കെ, ക്യൂൻ ഓഫ് കപ്പ്, 10 ഓഫ് കപ്പ്, 2 ഓഫ് പെൻറ്റിക്കിൾ. ഓക്കെ, നിങ്ങളോട് അൺകണ്ടീഷണൽ ആയിട്ടുള്ള സ്നേഹം തന്നെയാണ് ഉള്ളത്. ഓക്കെ, നിങ്ങളെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. ഈ ഒരു സമയത്ത് ഒരുപാട് സന്തോഷമാണ്. നിങ്ങളെന്ന് പറയുന്ന വ്യക്തി അവരുടെ ലൈഫിൽ എല്ലാമായിരുന്നു. അവർക്ക് 100 ആയിരുന്നു. പക്ഷേ എന്ത് സംഭവിക്കാം, ഇപ്പോൾ എന്തെങ്കിലും ചില കാരണങ്ങളാൽ, ഇത് എത്ര പേർക്ക് റെസനേറ്റ് ആകുമെന്ന് എനിക്കറിയത്തില്ല, എന്തെങ്കിലും ചില കാരണങ്ങളാൽ നിങ്ങളെ വിട്ട് മാറിപ്പോകേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അവരുടെ സാഹചര്യം ചിലപ്പോൾ നിങ്ങളെ അറിയിച്ച് കാണത്തില്ല. ഇന്ന സാഹചര്യം കൊണ്ടാണ് എനിക്ക് പോകേണ്ടതായിട്ട് വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങളെ അറിയിച്ച് കാണില്ല. ഓക്കെ, എന്നിരുന്നാലും അവർക്ക് നല്ല രീതിയിൽ നിങ്ങളോടുള്ള സ്നേഹമുണ്ട്. നിങ്ങളെ ഒരു ഫാമിലി ആയിട്ടൊക്കെ തന്നെയാണ് അവർ കണ്ടിരുന്നത്. അവരുടെ വൈഫായിട്ടോ അല്ലെങ്കിൽ ഹസ്ബൻഡായിട്ടോ ഒക്കെ തന്നെയാണ് നിങ്ങൾ കൂടെ ഉണ്ടായിരുന്ന സമയത്തെല്ലാം കണ്ടിരുന്നത്. ഒരു ഫാമിലി, എത്രത്തോളം ഒരു ഫാമിലി ഒരു ഫാമിലിയിൽ ഹാപ്പി ആയിരിക്കുന്നു അത്രത്തോളം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ ഹാപ്പി ആയിരുന്നു. ഓക്കെ, നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും ആ ഓർമ്മകളെല്ലാം ആ നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. എന്നാലും എന്തെങ്കിലും 2 സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ ജഗ്ലിങ്ങിലാണ്. സ്നേഹം നിങ്ങളുടെ മുന്നിൽ തുറന്ന് കാണിക്കാൻ കഴിയാത്ത വണ്ണം അടച്ചു വെച്ചിരിക്കുകയാണ് നിങ്ങളുടെ പേഴ്സൺ. ഓക്കെ, കാരണം ഇത് തുറന്ന് പ്രകടിപ്പിക്കുന്നതായിട്ടുള്ള ഒരു കപ്പല്ല ഇരിക്കുന്നത്. ആ കപ്പിൽ എന്ത് തന്നെ ആയിരുന്നാലും നിങ്ങളോടുള്ള എന്ത് സ്നേഹമാണോ കരച്ചിലാണോ സങ്കടമാണോ എന്ത് തന്നെ ആയിരുന്നാലും ആ ഇമോഷനെ, നിങ്ങളുമായിട്ടുള്ള ഇമോഷനെ അവർ അടച്ചു വെച്ചിരിക്കാനാണ് ആഗ്രഹിക്കുന്നത് ഈ ഒരു സമയത്ത്. എന്തായാലും ഈ ഒരു സമയത്ത് അവർ പ്രകടമാക്കുന്നില്ല, എങ്കിലും നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും അടച്ചു വെച്ചിരിക്കുന്നെങ്കിലും അവരുടെ ശ്രദ്ധ മുഴുവനും ആ കപ്പിലോട്ട് തന്നെയാണ്. നിങ്ങളുടെ മുന്നിൽ പ്രകടമാക്കി അവരുടെ സ്നേഹം കാണിക്കുന്നില്ലെങ്കിലും അവരുടെ ശ്രദ്ധ മുഴുവനും, അവരിപ്പോൾ എന്തൊക്കെ തന്നെ അവരുടെ ചുറ്റുപാടും ഉണ്ടോ, അവർ ഫാമിലിയിൽ ജീവിക്കുന്ന വ്യക്തിയാണോ, അവരുടെ ചുറ്റുപാടും സിംഗിൾ മദർ ആണോ അല്ലെങ്കിൽ ഒരു ഫാദർ ആണോ, എന്ത് തന്നെ ആയിരുന്നാൽ തന്നെയും അവരിപ്പോൾ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ കൂടി കടന്നു പോകുന്നു, അവരുടെ ജോലിയിലായിരുന്നാലും എന്ത് തന്നെ ആയിരുന്നാലും അവരുടെ ശ്രദ്ധ മുഴുവനും
നിങ്ങളിലോട്ടാണ്. ഓക്കെ, ചിലപ്പോൾ എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ നിങ്ങളെ വിട്ടുകൊടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരിക്കാം. ചില വ്യക്തികൾക്കാണ്, എല്ലാവർക്കും റെസനേറ്റ് ആകത്തില്ല. ചില വ്യക്തികൾക്ക് ഈ ഒരു കാർഡ് ചില വ്യക്തികൾക്ക് റെസനേറ്റ് ആകത്തില്ല. കാരണം ഇതൊരു സിംഗിൾ മദറിൻ്റെയാണ്, അല്ലെങ്കിൽ ഒരു സിംഗിൾ ഫാമിലിയുടെയാണ്, പേരൻറ്റിൻ്റെയാണ് വന്നിരിക്കുന്നത്. അപ്പം അവർക്ക് അവരുടെ ഫാമിലി ഉണ്ട്. അപ്പോൾ ഫാമിലിയുടെ ഒരു സിറ്റുവേഷനിൽ ചിലപ്പോൾ നിങ്ങളോടുള്ള ഇമോഷനെ അവർക്ക് അടച്ചു വെക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് വേണ്ടി കരഞ്ഞാലും ശരിയാണ്, നിങ്ങൾ അറിയത്തില്ല. നിങ്ങൾക്ക് വേണ്ടി സ്നേഹം പ്രകടിപ്പിച്ചാലും അത് നിങ്ങൾ അറിയരുത് എന്ന് അവർ വിചാരിക്കുന്നുണ്ട്. അവർ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് ഒരിക്കലും നിങ്ങൾ അറിയരുത് എന്ന് നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കുന്നുണ്ട്. ഓക്കെ, ഇത് ചിലപ്പോൾ നിങ്ങളുടെ എനർജിയും ആകാം. ഓക്കെ, നിങ്ങളായിരിക്കും, നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടായിരിക്കാം. നിങ്ങളുടെ പേഴ്സൺ അറിയരുത് നിങ്ങൾ ഇത്രത്തോളം സ്നേഹിക്കുന്നു എന്നുള്ള കാര്യം എന്ന് നിങ്ങളും വിചാരിക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, നിങ്ങളൊരു ചിലപ്പോൾ ഒരു സിംഗിൾ പേരൻ്റ് ആയിരിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, ചിലപ്പോൾ നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടായിരിക്കാം നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള റിലേഷനെ നിങ്ങൾ വേണ്ടാന്ന് വെച്ചിരിക്കുന്നത്. ഓക്കെ, ആ ഒരു നിങ്ങളുടെ സ്നേഹമൊക്കെ ഇതൊന്നും നിങ്ങൾ പ്രകടമാക്കാത്തത് ചിലപ്പം ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഫാമിലിക്ക് വേണ്ടിയിട്ടായിരിക്കാം. ഓക്കെ, തിരിച്ചുമാകാം, നിങ്ങളുടെ പേഴ്സണും അങ്ങനെ ചെയ്തതാകാം. ഓക്കെ, മറ്റു ചിലവരാണെങ്കിൽ 2 ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജിയിലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 സിറ്റുവേഷനിൽ അവർക്ക് എന്ത് ചെയ്യണം, അത് ബാലൻസിങ്ങിൽ കൊണ്ടുവരാൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. ഓക്കെ, നിങ്ങളെ ഉപേക്ഷിക്കാനും വയ്യ, എന്നാൽ അവരുടെ മറ്റൊരു സിറ്റുവേഷനെയും അവർക്ക് ഉപേക്ഷിക്കാൻ വയ്യാത്ത അവസ്ഥയിൽ കൂടിയാണ് നിങ്ങളുടെ പേഴ്സൺ. ചില വ്യക്തികളുടെ എനർജി എങ്ങനെയാണ് പോയിരിക്കുന്നത്. ഓക്കെ, മറ്റ് ചിലവരുടെ മനസ്സിൽ നിങ്ങളാണ് അവരുടെ ലോകം. ഓക്കെ, നിങ്ങളാണ് അവരുടെ ലോകം. നിങ്ങളുമായിട്ടൊരു ഫാമിലി അവർ ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ പിണക്കത്തിൻ്റെ പേരിൽ മാറി നിൽക്കുന്നുണ്ടെങ്കിലും നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും. ഇത് മൂന്നായിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിലേതാണ് നിങ്ങളുടെ എന്ന് നിങ്ങൾ തന്നെ നോക്കുക. നിങ്ങൾക്ക് ഏതാ റെസനേറ്റ് ആകുന്നെന്ന് നോക്കുക. ഓക്കെ, ഒരുപാട് പേര് നോക്കുന്നത് കൊണ്ട് ഇത് പല എനർജികൾ വരുന്നതാണ്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. നമുക്ക് 10 ഓഫ് കപ്പിനെ ക്ലാരിഫൈ ചെയ്യാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, എന്തുകൊണ്ടാണ് 10 ഓഫ് കപ്പ് വന്നത് ഒന്ന് ക്ലാരിഫൈ ചെയ്യൂ. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഈ വീഡിയോ കാണുന്ന വ്യക്തിയുടെ പേഴ്സൻ്റെ മനസ്സിൽ ആ വ്യക്തി ഉണ്ടോ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. എന്തുകൊണ്ടാണ് 10 ഓഫ് കപ്പ് വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. ഒരുപാട് സ്നേഹമുണ്ട്, നിങ്ങൾ അവർക്ക് എല്ലാമാണ്, ഒക്കെ ശരി തന്നെ. പക്ഷേ അവരിപ്പോൾ കഠിനമായ പെയിനിൽ കൂടിയാണ് കടന്നു പോകുന്നത്. ഓക്കെ, കഠിനമായ പെയിനിൽ കൂടിയാണ് കടന്നു പോയിരിക്കുന്നത്. 3 ഓഫ് സോഡിൻ്റെ എനർജിയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. ഓക്കെ, ഇത് ഇങ്ങനെ ഒരു എനർജി ആർക്കാണെന്ന് അറിയത്തില്ല. കാരണം അവർക്ക് നിങ്ങളെന്ന് പറയുന്നത് അവരുടെ ലോകമാണ്, അവരുടെ ഫാമിലിയാണ്, എല്ലാമാണ്. എങ്കിൽ പോലും നിങ്ങൾക്ക് വേണ്ടതായ പ്രയോറിറ്റി തരാൻ അവർക്ക് കഴിയില്ല. അവരുടെ സാഹചര്യം അതാണ്. നിങ്ങൾക്ക് ഒരു പ്രയോറിറ്റി ലിസ്റ്റിൽ നിങ്ങൾക്കൊരു സ്ഥാനം അവരുടെ ലൈഫിൽ തരാൻ കഴിയത്തില്ല. ആ കഴിയാത്ത അവസ്ഥയിൽ നിങ്ങളെ എടുത്ത് മാറ്റിയിടുന്നതിൻ്റെ അവസ്ഥയിൽ കൂടിയാണ് അവർക്ക് പോകേണ്ടി വരുന്നത്. നിങ്ങൾക്ക് അത്രത്തോളം പ്രയോറിറ്റി അവരുടെ ലൈഫിൽ തരാൻ കഴിയില്ല. ഓക്കെ, ആ ഒരു അവസ്ഥയിൽ കൂടിയാണ് പോകുന്നത്. പക്ഷേ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ അത്രത്തോളം പെയിനും അവർ അനുഭവിക്കുന്നുണ്ട്. നിങ്ങളെ നഷ്ടമായി പോകുമോ, നിങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്നത് കാരണം, ചിലപ്പോൾ എന്തെങ്കിലും ഒരു കാരണങ്ങൾ കൊണ്ട് അകന്നു നിൽക്കുന്നതായിരിക്കാം. ആ അകന്നു നിൽക്കുന്നത് കാരണം നിങ്ങളെ നഷ്ടപ്പെട്ടു പോകുമോ എന്ന് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ചിന്തിക്കുന്നുണ്ട്. നല്ല വേദനയും എടുക്കുന്നുണ്ട്. ഇത് നിങ്ങളുടെ എനർജിയുമാകാം. ഓക്കെ, ചില വ്യക്തികൾക്ക് ഇത് നിങ്ങളുടെ എനർജിയും ആകാം. ഓക്കെ, നിങ്ങളുടെ പേഴ്സന് വേണ്ടിയിട്ട് മാറി നിൽക്കുന്നുണ്ടായിരിക്കാം. അവരുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ മാറി നിൽക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ അവർക്കൊരു പ്രത്യേക സ്ഥാനം കൊടുക്കുവാൻ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഹസ്ബൻഡായിട്ടോ അല്ലെങ്കിൽ വൈഫായിട്ടോ ഒരു സ്ഥാനം അവർക്ക് കൊടുക്കാൻ കഴിയത്തില്ല. കാരണം ഓൾറെഡി ഫാമിലി ഉള്ള ഒരു വ്യക്തികൾക്ക് അതങ്ങനെ ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലും മാറി നിൽക്കുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ വിവാഹം കഴിച്ച വ്യക്തിയായിരിക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു റിലേഷൻ പ്രോബ്ലം കാരണം
നിങ്ങൾക്ക് ഈ ഒരു പെയിനിൽ കൂടിയായിരിക്കും നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയം കടന്നു പോകുന്നത്. ഒരുപാട് സ്നേഹമുണ്ട്, എങ്കിലും തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണ്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. ഫാമിലി ആയിരിക്കും തേർഡ് പാർട്ടി. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. 2 ഓഫ് പെൻറ്റിക്കിൾ എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. എന്തുകൊണ്ടാണ് 2 ഓഫ് പെൻറ്റിക്കിൾ വന്നിരിക്കുന്നത്? ഈ വീഡിയോ കാണുന്ന വ്യക്തിയുടെ പേഴ്സൺ അവരെ സ്നേഹിക്കുന്നുണ്ടോ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. 2 ഓഫ് പെൻറ്റിക്കിളിനെ ക്ലാരിഫൈ ചെയ്യാം. കിങ് ഓഫ് വാൺസ്, കിങ് ഓഫ് വാണാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ എന്തായിരുന്നാലും അവരുടേതായ ചില കാര്യങ്ങളുണ്ട്. ഓക്കെ, കിങ് ഓഫ് കപ്പാണ് വന്നിരിക്കുന്നത്. ഇപ്പം എന്തായിരുന്നാലും നിങ്ങളിലേക്ക് ശ്രദ്ധ വരുത്തുവാൻ അവർ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ കൂടെ വേണം, ഓക്കെ, നിങ്ങൾ അവിടെ തന്നെ കാണും എന്നവർ ചിന്തിക്കുന്നുണ്ട്. കാരണം ഈ ഒരു സമയത്ത് അവരുടെ സ്നേഹമോ ഇമോഷണൽ പരമായിട്ടുള്ള കാര്യങ്ങളോ ഈ ഒരു സമയത്ത് നിങ്ങളിലേക്ക് അയക്കാൻ അവർ തയ്യാറാകുന്നില്ല. കാരണം കിങ് ഓഫ് വാണ്ടും കിങ് ഓഫ് കപ്പുമാണ് വന്നിരിക്കുന്നത്. അവർ വെയിറ്റ് ചെയ്യുന്നുണ്ട്, എന്തായാലും വെയിറ്റ് ചെയ്യും. നിങ്ങൾ അവിടെ തന്നെ കാണുമെന്നും അവരെത്ര നാൾ കഴിഞ്ഞ് വന്നിരുന്നാലും നിങ്ങൾ അവർക്ക് വേണ്ടി കാത്തിരിക്കുമെന്നും അവർ വിശ്വസിക്കുന്നുണ്ട്. ഓക്കെ, അവരുടേതായ ചില പേഴ്സണൽ കാര്യങ്ങളിലേക്ക് അവർ ശ്രദ്ധ വച്ചിരിക്കുകയാണ്. ഒരു പക്ഷേ അവരുടെ ചുറ്റുപാടുമുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ അവരുടെ ജോലി കാര്യങ്ങളോ അല്ലെങ്കിൽ സാമ്പത്തിക കാര്യങ്ങളിലോ മറ്റൊരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട്, ജോലിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, ഓക്കെ, അവരുടെ ഏത് സിറ്റുവേഷനാണോ, ചിലപ്പോൾ അവർ ഫാമിലിയിലായിരിക്കാം, അതല്ല എന്നുണ്ടെങ്കിൽ അവരെന്തെങ്കിലും ജോലിയിലായിരിക്കാം, മറ്റെന്തെങ്കിലും സിറ്റുവേഷനിൽ കൂടി കടന്നു പോകുന്നുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷനും നിങ്ങളുമായിട്ട് ഈ ഒരു സമയത്ത് ജഗ്ലിംഗ് ആയിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് ഈ ഒരു സമയം നിങ്ങളിലേക്ക് പൂർണ്ണമായിട്ടും ശ്രദ്ധ മാറ്റിയിരിക്കുകയാണ്. നിങ്ങളിലേക്ക് കടന്നു വരും. എത്രയൊക്കെ ശ്രദ്ധ മാറ്റിയിരുന്നാലും നിങ്ങളിലൊരു വിശ്വാസമുണ്ട്, നിങ്ങൾ അവിടെ തന്നെ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമെന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. ക്യൂൻ ഓഫ് കപ്പ് എന്തുകൊണ്ടാണ് വരുന്നത്? ഈ വീഡിയോ കാണുന്ന വ്യക്തിയുടെ പേഴ്സൺ അവരെ സ്നേഹിക്കുന്നുണ്ടോ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. ക്യൂൻ ഓഫ് കപ്പ് എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. ക്യൂൻ ഓഫ് കപ്പ് എന്ന് പറയുന്നത് ഈ ഒരു സമയത്ത് തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ തീർച്ചയായിട്ടും നിങ്ങളുടെ ഓഫർ സ്വീകരിക്കാൻ തയ്യാറല്ല. കറക്റ്റായിട്ടുള്ള റീഡിംഗ് ആണ് വന്നിരിക്കുന്നത്. ഇത് വന്നിരിക്കുന്നതും കറക്റ്റ് തന്നെയാണ്. എന്തുകൊണ്ടാണ് കപ്പ് അടച്ചു വെച്ചിരിക്കുന്നത് എന്ന് നോക്കിയാൽ, നിങ്ങളിപ്പോൾ എത്ര ഓഫർ കൊടുത്തിരുന്നാലും നിങ്ങളുടെ പേഴ്സൺ അത് കാണില്ല. ആ സ്നേഹം നിങ്ങൾക്ക് പ്രകടമാക്കി കാണിച്ചു തരത്തില്ല. കാരണം അവരുടെ ശ്രദ്ധ എന്ന് പറയുന്നത് അവരുടെ ഫാമിലിയിലോ അല്ലെങ്കിൽ അവരുടെ ഇമോഷൻ മറ്റെന്തോത്തിലോ ആയിരിക്കുന്നു. ഓക്കെ, അത് കാരണം നിങ്ങളോടുള്ള സ്നേഹമോ നിങ്ങളുടെ ഓഫറോ ഒന്നും ഈ ഒരു സമയത്ത് സ്വീകരിക്കാൻ തയ്യാറല്ല. ഓക്കെ, ഇത് കണ്ടോ, അവർ ആ ഒരു കപ്പിലോട്ട് നോക്കുന്നുണ്ട്, നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷെ ഒരിക്കലും നിങ്ങളുടെ ഈ കപ്പ് തുറന്നുള്ള സ്നേഹങ്ങൾ എന്താണോ, സങ്കടമാണോ സന്തോഷമാണോ ഒന്നും നിങ്ങളെ അറിയിക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളിപ്പോൾ എത്രയൊക്കെ ഓഫർ ചെയ്തിരുന്നാലും ശരി തന്നെ അവർക്കറിയാം നിങ്ങൾ അവരെ സ്നേഹിക്കുന്നുണ്ടെന്നും നിങ്ങൾ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടെന്നും ഒക്കെ അവർക്കറിയാം. എങ്കിൽ പോലും അവർ നിങ്ങളെ മനഃപൂർവ്വമായിട്ട് അവോയ്ഡ് ചെയ്യുകയാണ്. അവോയ്ഡ് ചെയ്തിട്ട് അവരുടെ ശ്രദ്ധ മറ്റ് ചില ഇമോഷണൽ പരമായിട്ടുള്ള കാര്യങ്ങളിലാണ്. ഓക്കെ, അവരുടെ ലൈഫിൽ അതിനെ കഴിയും കുറച്ചുകൂടി വാല്യൂ ഉള്ള മറ്റെന്തോ കാര്യങ്ങളിലേക്കാണ് അവർ ശ്രദ്ധിക്കുന്നത്. ഇപ്പം നിങ്ങളുടെ ഓരോ ഓഫറും അവർ സ്വീകരിക്കില്ല. അവർക്കുള്ള ഇമോഷനും നിങ്ങളെ അറിയിക്കത്തില്ല. ഓക്കെ, അപ്പം അടുത്ത റീഡിങ്ങിലോട്ട് പോവാം. ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണോട് സ്നേഹമുണ്ടോ? ഒരുപാട് പേര് മൂവ് ഓൺ ചെയ്തവർ കാണും. ഇനി പേഴ്സൺ വന്നാലും നിങ്ങൾ സ്വീകരിക്കാത്ത വ്യക്തികളുണ്ട്, സ്വീകരിക്കുന്ന വ്യക്തികളുണ്ട്. എങ്കിലും പേഴ്സൻ്റെ ലൈഫിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നറിയുന്നതിന് വേണ്ടിയിട്ട് വന്ന് നിൽക്കുന്ന വ്യക്തികളുണ്ട്. ഇനി നിങ്ങളുടെ പേഴ്സൺ വന്നിരുന്നാലും നിങ്ങൾ സ്വീകരിക്കാത്ത വ്യക്തികളുണ്ട്. അപ്പം അങ്ങനെയുള്ളവരുടെ ഒന്ന് നോക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഈ വീഡിയോ കാണുന്ന എൻ്റെ വ്യൂവേഴ്സ് അവരുടെ പേഴ്സണെ കുറിച്ച് അവരുടെ മനസ്സിൽ സ്നേഹമുണ്ടോ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ.
ഈ വീഡിയോ കാണുന്ന വ്യക്തിക്ക് അവരുടെ പേഴ്സണോട് സ്നേഹമുണ്ടോ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. 2 കാർഡ് വന്നു. ഓക്കെ, നോക്കട്ടെ. ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള റീഡിങ് തന്നതിനായി ഞാൻ നന്ദി പറയുന്നു യൂണിവേഴ്സ്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. നിങ്ങൾക്കൊരു ഭയമാണ്. ഇനി പേഴ്സൺ വന്നു കഴിഞ്ഞാൽ കപ്പ് കൊടുക്കണമോ, ഓഫർ കൊടുക്കണമോ, പേഴ്സൺ വരുമോ എന്നുള്ള രീതിയിൽ ഒരു സ്റ്റാർട്ടിങ് ട്രബിളായിട്ട് ഒരു നൈറ്റ് ഓഫ് കപ്പാണ്. വളരെ സ്ലോലി ആയിട്ട് നിങ്ങളുടെ പേഴ്സണ് കൊടുക്കണോ വേണ്ടേ എന്നുള്ള കാര്യത്തിന് നിൽക്കുന്നു. ഞാൻ പറഞ്ഞത് എത്ര കറക്റ്റാണ്? ജഡ്ജിമെൻറ്റ്. നിങ്ങളിൽ പല വ്യക്തികളും ജഡ്ജിമെൻറ്റിന് വേണ്ടി കാത്തു നിൽക്കുന്നു. നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് കാണിച്ചു പോയതിന് ജഡ്ജിമെൻറ്റ് ലഭിക്കണമെന്ന് വിചാരിച്ച് നിൽക്കുന്ന വ്യക്തികളും ഇത് കാണുന്നുണ്ട്. ഓക്കെ, മറ്റ് ചില വ്യക്തികൾ തീർച്ചയായിട്ടും അവരുടെ പേഴ്സണ് വേണ്ടിയിട്ട് അവർ ഫുൾ അതിലോട്ട് തന്നെ ഫോക്കസ് ചെയ്ത് എത്ര വർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ചെയ്യാൻ, ഇനിയിപ്പം മാനിഫെസ്റ്റ് ചെയ്യണോ എന്ത് ചെയ്യണമെങ്കിലും എത്ര ഹാർഡ് വർക്ക് ചെയ്യണമെങ്കിലും തയ്യാറായി നിൽക്കുകയാണ്. എന്ത് ചെയ്യാം, എന്താണോ പറയുന്നത് അത് ചെയ്യാം, എൻ്റെ പേഴ്സൺ ഇങ്ങ് തിരിച്ച് വന്നാൽ മതി എന്ന് പറഞ്ഞു നിൽക്കുന്ന വ്യക്തികളുണ്ട്. മറ്റ് ചിലവർ അവരോട് ചെയ്ത കർമ്മ പേഴ്സണ് ലഭിക്കുന്നുണ്ടോ, തേർഡ് പാർട്ടിയുമായിട്ട് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ എന്താണ് അനുഭവിക്കുന്നത്, തേർഡ് പാർട്ടിയിൽ നിന്ന് നിങ്ങളുടെ പേഴ്സണ് കിട്ടേണ്ടത് കിട്ടുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് മാത്രം റീഡിങ് കാണുന്ന വ്യക്തികളും ഇതിൻ്റെ അകത്തുണ്ട്. ഈ ഒരു സമയത്ത് എൻ്റെ വീഡിയോ അവർ കാണുന്നുണ്ടായിരിക്കാം. അതുകൊണ്ടാണ് കറക്റ്റ് ഈ ഒരു എനർജിയും കൂടി വന്നത്. ഒരു ജഡ്ജിമെൻറ്റ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. മറ്റ് ചില വ്യക്തികൾ ഒരു ന്യൂ ബിഗിനിങ് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, മറ്റ് ചില വ്യക്തികൾ ന്യൂ ബിഗിനിങ് ആഗ്രഹിക്കുന്നുണ്ട്. വേറെ ഉള്ളവർ അങ്ങോട്ട് ചെന്നാലോ, നിങ്ങളുടെ പേഴ്സൺ ഇത്രയും നാൾ നിങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ പേഴ്സൺ ഇങ്ങോട്ട് വരുന്നില്ല. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുകയാണ്, ഇനി ഇത്രയും നാൾ ഞാൻ വെയിറ്റ് ചെയ്തു, ഇനി ഞാൻ അങ്ങോട്ട് ചെല്ലാം എന്നും പറഞ്ഞ് പതുക്കെ ഒരു ഹായ് ഒക്കെ ഇട്ട് അല്ലെങ്കിൽ ഒരു ഗുഡ് മോർണിംഗ് ഒക്കെ ഇട്ട് അങ്ങോട്ട് ചെല്ലുന്നു. ചിലപ്പോൾ അവർ ബ്ലോക്ക് ആണെങ്കിൽ പോലും മറ്റെന്തെങ്കിലും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ കൂടിയെങ്കിലും നിങ്ങൾ അവരെ കോണ്ടാക്റ്റ് ചെയ്യാൻ പതുക്കെ അവരടുത്തോട്ട് ചെല്ലുന്നുണ്ട്. വളരെ സ്പീഡിലൊന്നുമല്ല, മറ്റേതെങ്കിലും രീതിയിൽ അവരുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾ തന്നെ അങ്ങോട്ട് പോയൊരു ഓഫർ കൊടുക്കാം. പക്ഷെ നിങ്ങൾക്ക് ഭയമുണ്ട്. കാരണം നല്ലൊരു രീതിയിൽ നിങ്ങളെ ഇഗ്നോർ ചെയ്ത് എന്നേക്കുമായിട്ട് റിലേഷൻ അവസാനിപ്പിച്ച് കളഞ്ഞാലോ എന്നുള്ളൊരു ഭയവും കൂടി വെച്ചുകൊണ്ടാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഓക്കെ, മറ്റ് ചില ആൾക്കാർ അവരുടെ ഈ ഒരു സിറ്റുവേഷൻ, അവരുടെ റിലേഷൻ സിറ്റുവേഷൻ എല്ലാം അവർ ബാലൻസിങ്ങിലേക്ക് കൊണ്ടുവന്നു. അവർക്ക് യൂണിവേഴ്സിൽ നിന്നുള്ള ബ്ലെസ്സിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവർ ഈ ഒരു പെയിൻ അവർ ബാലൻസിങ്ങിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി പേഴ്സൺ വന്നാലും സന്തോഷം, വന്നില്ലെങ്കിലും അത് അതുപോലെ കൊണ്ടുപോകാൻ അറിയാം എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകുന്ന ചില വ്യക്തികളുണ്ട്. നിറഞ്ഞു ഒഴുകുന്ന ആൾക്കാരുമുണ്ട്. എങ്കിൽ പോലും ഇതിൽ കൂടുതലും സ്നേഹം ഉണ്ടെങ്കിൽ പോലും ഭയമാണ് ചില വ്യക്തികൾക്ക്. ഓഫർ അങ്ങോട്ട് ചെന്ന് മിണ്ടാനോ സംസാരിക്കാനോ ഭയന്നിട്ട് നിങ്ങൾ പതുക്കെ അവരുമായിട്ട് ഇവരുമായിട്ടൊക്കെ ഒന്ന് തട്ടിത്തടവിയൊക്കെ നിന്ന് എങ്ങനെയാണ് മുന്നോട്ട് പോവേണ്ടത് എന്ന് നോക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൻ്റെ ഇങ്ങോട്ടുള്ള ഒരു കമൻറ്റും കാര്യങ്ങളും ഒന്നും ഒരു മെസ്സേജ് ഒന്നും കാണാത്തത് കൊണ്ട് പതുക്കെ അങ്ങോട്ട് മെസ്സേജ് അയക്കണമെന്ന് ആഗ്രഹിച്ച് ചെല്ലുന്ന വ്യക്തികളും ഇതിൻ്റെ അകത്തുണ്ട്. ഓക്കെ, സെൽഫ് ലവ് ചെയ്ത് അവനവനെ തന്നെ സെൽഫ് ലവ് ചെയ്ത് സ്റ്റാറാക്കി സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു തൻ്റെ കരച്ചിൽ നിന്നും ഒക്കെ മാറി ഇപ്പോൾ എല്ലാം ബാലൻസിങ്ങിൽ കൊണ്ടുവന്ന വ്യക്തികളും ഈ വീഡിയോ കാണുന്നുണ്ട്. ഓക്കെ, നമുക്ക് ക്ലാരിഫൈ ചെയ്യാം. ദ കിങ് ഓഫ് കപ്പ്. ഈ വീഡിയോ കാണുന്ന വ്യക്തി അവരുടെ പേഴ്സണെ അവരുടെ പേഴ്സണെ ഇഷ്ടപ്പെടുന്നുണ്ടോ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ദ കിങ് ഓഫ് കപ്പിനെ ക്ലാരിഫൈ ചെയ്യാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. 8 ഓഫ് കപ്പാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഭയമാണ്. കാരണം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ എല്ലാ സ്നേഹത്തെയും അവസാനിപ്പിച്ച് പോയതാണ്. അപ്പോൾ അങ്ങനെ അവസാനിച്ച് പോയ
ആ വ്യക്തിയുടെ അടുത്തോട്ട് വീണ്ടും നിങ്ങൾ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇമോഷൻ, നിങ്ങൾ ഇത്രത്തോളം സ്നേഹിച്ചിട്ടും നിങ്ങളെല്ലാം തകർത്ത് കളഞ്ഞിട്ട് പോയ വ്യക്തി ആയതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങോട്ടൊരു ഓഫർ കൊടുക്കാൻ ഒരു ഭയമുണ്ട്. 5 ഓഫ് പെൻഡിക്കിളാണ് വന്നിരിക്കുന്നത്. ഇനി എന്നേക്കുമായിട്ട് ആ റിലേഷൻ കട്ടായി പോകുമോ എന്നുള്ളൊരു ഭയമുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ സ്ട്രെങ്ത് ഇല്ല. നിങ്ങൾക്ക് നല്ല രീതിയിൽ പെയിനും അനുഭവിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ നല്ല രീതിയിൽ പെയിനും അനുഭവിക്കുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഒരു കോണ്ടാക്റ്റിൽ അല്ലെങ്കിൽ ഒരു മെസ്സേജ് അയക്കാനോ ഒരു കോൾ ചെയ്യാനോ നിങ്ങൾക്ക് ഭയം തോന്നുന്നുണ്ട്. ഓക്കെ, ഇനി എന്നേക്കുമായിട്ട് എന്തെങ്കിലും ഒരു ഇഷ്ടക്കേട് തോന്നി എന്നേക്കുമായിട്ട് ആ റിലേഷൻ അവസാനിച്ച് പോയാലോ എന്ന് വരെ നിങ്ങൾ ഭയന്ന് നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യാതെ ഇരിക്കുന്ന വ്യക്തികളുമുണ്ട്. ഓക്കെ, 8 ഓഫ് കപ്പാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരണമെന്ന് ആഗ്രഹിച്ചാണ് നിങ്ങൾ നിൽക്കുന്നത്. പല വ്യക്തികൾക്കും പേഴ്സൺ ഇനി തിരിച്ചു വരാൻ പോകുന്നില്ല, നിങ്ങളായിട്ട് അങ്ങോട്ട് തന്നെ ഓഫർ കൊടുത്തേ പറ്റുള്ളൂ, പേഴ്സണെ കാത്തിരുന്നിട്ട് ഇനി കാര്യമില്ല എന്ന് ചിന്തിക്കുന്നവരും ഉണ്ട്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ്. ജഡ്ജിമെൻറ്റ് എന്തുകൊണ്ടാണ് വന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. എന്തുകൊണ്ടാണ് ജഡ്ജിമെൻറ്റ് വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. എന്തുകൊണ്ടാണ് ജഡ്ജിമെൻറ്റ് വന്നിരിക്കുന്നത്? 10 ഓഫ് കപ്പാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായും തകർത്തിട്ട് പോയ വ്യക്തിയാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഫാമിലി കാണും, കുട്ടികൾ കാണും. ഓക്കെ, കുട്ടികളെ സഹിതം വേദനിപ്പിച്ചിട്ട് പോയ വ്യക്തി ആയതുകൊണ്ട് ഓക്കെ, നിങ്ങളുടെ സന്തോഷത്തെ മുഴുവനും 10 ഓഫ് കപ്പിൻ്റെ സന്തോഷമായിരുന്നു. ആ സന്തോഷത്തെ മുഴുവനും ഇത്രത്തോളം പെയിനിലാക്കിയിട്ട് പോയത്. നിങ്ങളെ മാത്രമല്ല, നിങ്ങളുടെ കൂടെ കുട്ടികളുണ്ടായിരുന്നുവെങ്കിൽ ആ കുട്ടികളെ പോലും ഈ ഒരു പെയിനിലാക്കി, ആ ഒരു അപമാനത്തിലാക്കിയിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് കടന്നു പോയിരിക്കുന്നതെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് ജഡ്ജിമെൻറ്റ് വരണമെന്ന് ആഗ്രഹിക്കുകയാണ് ഈ വീഡിയോ കാണുന്ന ചില വ്യക്തികൾ. ഓക്കെ, ഫാമിലി ഉണ്ടെങ്കിൽ ഓക്കെ, ജഡ്ജിമെൻറ്റ് എന്തായാലും ഈ ഒരു ഇതിന് നീതി ലഭിക്കണം. നിങ്ങളുടെ ഫാമിലിയെ പോലും തള്ളിക്കളഞ്ഞിട്ട് കുട്ടികളെല്ലാം കളഞ്ഞിട്ട് പോയിരിക്കുന്നതാണ്. ഇവിടെ സ്നേഹത്തെക്കാളും എനിക്ക് നീതി ലഭിക്കണം എന്നും പറഞ്ഞ് കാത്തു നിൽക്കുന്ന വ്യക്തികളാണ്. നിങ്ങളുടെ പേഴ്സണ് ഒരു ജഡ്ജിമെൻറ്റ് വന്ന് ദൈവം തന്നെ ഇതിൻ്റെ അകത്ത് ഇടപെട്ട് അതിലൊരു നീതി ലഭിക്കണമെന്ന് പറഞ്ഞ് കാത്തിരിക്കുന്ന വ്യക്തികളും ഈ വീഡിയോ കാണുന്നുണ്ട്. ഈ ഒരു സമയത്ത് തീർച്ചയായിട്ടും സ്നേഹത്തിലല്ല കൂടുതൽ കാര്യം, സ്നേഹമെല്ലാം ഉണ്ട്. ഒരു ഫാമിലിയുടെ സ്നേഹം, 10 ഓഫ് കപ്പിൻ്റെ സ്നേഹമെല്ലാം ഉണ്ട്. പക്ഷെ ആ സ്നേഹത്തെ തകർത്തു പോയ പേഴ്സണ് ഒരു ജഡ്ജിമെൻറ്റ് വേണം. കാരണം 10 ഓഫ് കപ്പായിരുന്നെങ്കിൽ ഇപ്പം അത് അതേ 10 അത്രയും സ്നേഹം തന്നിട്ടുണ്ടോ, നിങ്ങൾക്ക് എത്രത്തോളം സ്നേഹം തന്നിട്ടുണ്ടോ അത്രത്തോളം പെയിനും വാളാണ്. ഇവിടെ എത്ര കപ്പാണോ, കപ്പ് മുഴുവനും ഇമോഷണലായിട്ടുള്ള സപ്പോർട്ടും കാര്യങ്ങളൊക്കെയാണ്. അത്രത്തോളം വാളും നിങ്ങൾക്ക് തിരിച്ച് തന്നിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ പോയത്. അപ്പം നിങ്ങൾ ആഗ്രഹിക്കുകയാണ്, നിങ്ങൾ ദൈവത്തോട് നിലവിളിക്കുകയാണ്, എനിക്ക് നീതി ലഭിക്കണമേ, ഇതിന് വേണ്ടിയിട്ട് ഒരു ജഡ്ജിമെൻറ്റ് വരണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഓക്കെ, അടുത്തത് നമുക്ക് കിങ് ഓഫ് പെൻഡിക്കിൾ നോക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. കിങ് ഓഫ് പെൻഡിക്കിൾ എന്താണെന്ന് നോക്കട്ടെ. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള റീഡിങ് നൽകണമേ. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. കിങ് ഓഫ് പെൻഡിക്കിൾ ദ ഹൈ പ്രീസ്റ്റസ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ പേഴ്സൻ്റെ അടുത്തോട്ട് പോകുന്നതിന് ഭയമുണ്ട്. ക്യൂൻ ഓഫ് പെൻഡിക്കിൾ ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നുണ്ട്. നിങ്ങൾ വേറെ എങ്ങോട്ടുമല്ല നിങ്ങളുടെ ശ്രദ്ധ. നിങ്ങൾക്ക് ലോകത്തുള്ള ഒരു സന്തോഷവും നിങ്ങൾക്ക് അറിയണ്ട, നിങ്ങൾക്കൊരു സന്തോഷത്തെക്കുറിച്ച് നിങ്ങൾക്ക് കാണുകയും വേണ്ട, എടുക്കുകയും വേണ്ട. നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൺ എന്നുള്ളൊരു വ്യക്തിയെക്കുറിച്ച് മാത്രമുള്ള ചിന്തയിൽ കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. ദ ഹൈ പ്രീസ്റ്റസ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്യാനും തയ്യാറായി നിൽക്കുകയാണ്. നിങ്ങളുടെ പേഴ്സണ് വേണ്ടിയിട്ട് നിങ്ങളടുത്ത് അഫർമേഷൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ രാവും പകലും ഇരുന്ന് അഫർമേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറായി തന്നെ നിൽക്കുന്ന വ്യക്തിയാണ്. ഇപ്പം നിങ്ങൾ സ്പിരിച്വലായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകുകയാണ്. ഒരുപാട് സങ്കടങ്ങളുണ്ട്. ആ സങ്കടങ്ങളൊന്നും എനിക്ക് എനിക്ക് സങ്കടമൊന്നും ഇപ്പം ഇല്ല എന്ന് പറയുന്നെങ്കിലും നല്ല രീതിയിൽ സങ്കടങ്ങളെ മറച്ചു വെച്ചിരിക്കുന്ന വ്യക്തിയാണ്. നിങ്ങൾ കരയുന്നത് പോലും നിങ്ങൾ പുറത്ത് കാണിക്കാത്ത രീതിയിലാണ് നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങളും സ്ട്രഗിളുകളും ഒക്കെ പോകുന്നെങ്കിലും ഇപ്പം നിങ്ങളൊരു സമാധാനത്തിൽ കൂടി ആ ഒരു ദുഃഖത്തിൻ്റെ ഒക്കെ മധ്യത്തൂടി, കാരണം അപ്പുറം ഇപ്പുറം നല്ല രീതിയിലുള്ള കുന്നും മലകളും ഒക്കെയാണ്
ഇതെല്ലാം നിങ്ങളുടെ സങ്കടങ്ങളും പ്രശ്നങ്ങളും ഒക്കെയാണ്. എങ്കിൽ പോലും നിങ്ങൾ അതിൻ്റെ ഇടയിൽ കൂടി ഒരു സമാധാനം, കാരണം നിങ്ങൾക്ക് സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് ഗൈഡൻസ് ലഭിക്കുന്നുണ്ട്, നിങ്ങൾക്ക് സ്പിരിച്വലായിട്ട് നിങ്ങൾ പഠിക്കുന്നുണ്ട്, സ്പിരിച്വലായിട്ട് ഓരോ കാര്യങ്ങൾ കാണുന്നുണ്ട്. നിങ്ങൾ എന്തായാലും ദൈവികമായിട്ടുള്ള സാന്നിധ്യത്തിലായിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ദുഃഖത്തെ മറച്ചു പിടിച്ചിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് നിങ്ങൾ സന്തോഷമാണ് എന്ന് നിങ്ങൾ തന്നെ നിങ്ങളിലെ വിശ്വസിപ്പിക്കുന്നു. ഓക്കെ, ഒരുപാട് വേദനകളുണ്ട് എന്നുള്ള കാര്യം ഈ മൂണിനെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. കാരണം മൂണാണ് വന്നിരിക്കുന്നത്. ആ മൂണിനെ കാണുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ സങ്കടമുണ്ടെങ്കിലും ആ ഒരു സങ്കടത്തെ കാരണം ഈ മൂണ് മാത്രമായിരുന്നു വന്നിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഒരു നല്ല ഒരു ദിവസം അല്ലെങ്കിൽ ഒരു നല്ല സമയം വരുന്നു എന്ന് പറയാം. പക്ഷേ ഇവിടെ കുന്നുകളും മലകളും കൂടി ചേർന്നിട്ടാണ് മൂണ് വന്നിരിക്കുന്നത്. കാരണം നിങ്ങൾക്ക് തീർച്ചയായിട്ടും സ്ട്രഗിളിൻ്റെ പെയിനുകൾ നിങ്ങൾ മറയ്ക്കുന്നു. ഓക്കെ, നിങ്ങൾ മറച്ചു പിടിക്കുന്നു. അടുത്ത നമുക്ക് ഇത് സ്റ്റാർ നോക്കാം. ഓക്കെ, ഇതിൽ കപ്പിൻ്റെ എനർജി, കവിഞ്ഞൊഴുകുന്ന കപ്പിൻ്റെ എനർജി എന്തായാലും ഇതുവരെ വന്നിട്ടില്ല. നിങ്ങളുടെ ഇടയിൽ നിങ്ങളുടെ ഹൃദയത്തിലെല്ലാം നിങ്ങളുടെ പേഴ്സൺ വരണം എന്നുള്ളതേ ഉള്ളൂ. കവിഞ്ഞൊഴുകുന്ന സ്നേഹം എന്തായാലും ഈ ഒരു സമയത്ത് ഇല്ല. പേഴ്സൺ തിരിച്ചു വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ചില വ്യക്തികൾ ജഡ്ജ്മെൻറ്റിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ ചിലവർ കപ്പും കൊണ്ട് പോകുന്നുണ്ട്, പക്ഷേ ഭയമാണ്. ഓക്കെ, അപ്പോൾ അടുത്തത് ദ സ്റ്റാർ നോക്കട്ടെ. പ്ലീസ് ഗൈഡ് മി മദർ യൂണിവേഴ്സ്, എന്തുകൊണ്ടാണ് സ്റ്റാർ വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മി മദർ യൂണിവേഴ്സ്, എന്തുകൊണ്ടാണ് സ്റ്റാർ വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മി മദർ യൂണിവേഴ്സ്, എന്തുകൊണ്ടാണ് സ്റ്റാർ വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മി മദർ, സ്റ്റാർ വന്നിരിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ സമയത്തിൽ വിശ്വസിക്കുന്നു. ഈ സ്റ്റാർ വന്ന വ്യക്തികളുടെ കുറിച്ച് നേരത്തെ പറഞ്ഞായിരുന്നു. അവർ സെൽഫ് ലവ് കഴിഞ്ഞു. അവരെന്തായാലും എല്ലാ കാര്യങ്ങളും ബാലൻസിങ്ങിൽ കൊണ്ടുപോയി കഴിഞ്ഞു. അവരിപ്പം സമയത്തിൽ, യൂണിവേഴ്സിൻ്റെ സമയത്തിലേ വിശ്വസിക്കുന്നു. യൂണിവേഴ്സ് അവരെ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാൻ വിധിച്ചിട്ടുണ്ടോ? ഓക്കെ, വരട്ടെ. ഇല്ലേ, കുഴപ്പമില്ല, ഞാനത് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പൊക്കോളാം എന്നുള്ള രീതിയിൽ അവർ സ്വന്തം, ഇനിയിപ്പോൾ അവർക്ക് അതിനെക്കുറിച്ച് ഒരു പ്രശ്നങ്ങളില്ല. നിങ്ങളുടെ പേഴ്സൺ വന്നിരുന്നാലും വന്നില്ലെങ്കിലും അവർക്ക് പ്രശ്നമില്ല. യൂണിവേഴ്സിൽ അതിൻ്റെ വിധിയാണെന്ന് പറഞ്ഞ് അവരുടെ വിഷമങ്ങളെ ടോളറേറ്റ് ചെയ്ത് അവർ മുന്നോട്ട് കൊണ്ടുപോകും. കാരണം ഇതിവിടെ വന്നിരിക്കുന്നത് അവർ ഈ സ്റ്റാർ വന്നിരിക്കുന്നത് ഇങ്ങനെയുള്ള എനർജി വന്ന വ്യക്തികൾക്ക് അവർ വിചാരിക്കുകയാണ് എന്തായിരുന്നാലും 5 ഓഫ് പെൻഡിക്കിളാണ് ജീവിതത്തിൽ നിന്ന് കടന്നുപോയി. ഇനി അവർ വിചാരിക്കുകയാണെങ്കിൽ ഓക്കെ, യൂണിവേഴ്സ് ഒരു സമയം തരികയാണെങ്കിൽ, ഈ പേഴ്സൺ തിരിച്ചു വരികയാണെങ്കിൽ മാത്രം സ്വീകരിക്കാൻ തയ്യാറായ വ്യക്തികളുണ്ട്. മറ്റ് ചിലവർ സ്വീകരിക്കാൻ തയ്യാറല്ല. യൂണിവേഴ്സ് അനുകൂലമായി വന്നിരുന്നാൽ തന്നെയും ചില വ്യക്തികൾ പേഴ്സണെ ഉൾക്കൊള്ളാൻ തയ്യാറാകുന്നില്ല. ഓക്കെ, 5 ഓഫ് പെൻഡിക്കിളാണ്. അവർ ആ റിലേഷനിൽ നിന്ന് തന്നെ മൂവോണായി കഴിഞ്ഞിരിക്കുകയാണ്. ഓക്കെ, മൂവോണായി കഴിഞ്ഞു. അവർക്കിനി ഈ റിലേഷൻഷിപ്പ് വേണമെന്നില്ല. പക്ഷെ അവർ പേഴ്സൻ്റെ ലൈഫിൽ എന്തൊക്കെ നടക്കുന്നു എന്നറിയണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ആ ഒരു വ്യക്തി തിരിച്ചു വന്നാൽ വേണ്ട എന്നാണ് ചിന്തിക്കുന്നത്. സമയം അവർ സമയത്തിൽ വിശ്വസിക്കുന്നു, യൂണിവേഴ്സിൽ വിശ്വസിക്കുന്നു. അവരുടെ ജീവിതത്തിൽ ഇത്ര വരെ ഉള്ളൂ എന്നുള്ള കാര്യം അവർ അംഗീകരിക്കുന്നു. ഓക്കെ, അവരിപ്പോൾ സ്വയം സ്റ്റാർ ആകുകയാണ്. അവർ ബാലൻസിൽ വരുന്നു. അവർ സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോകുന്നു. അവർക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റികളും കാര്യങ്ങളും വരുന്നുണ്ട്. ഓക്കെ, അപ്പം ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആയാന്ന് നോക്കുക. അപ്പം നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയും നിങ്ങൾക്ക് റെസനേറ്റ് ആകും. ഓക്കെ, അപ്പം നിങ്ങളുടെ പേഴ്സൺ എന്തായിരുന്നാലും നിങ്ങളുടെ മനസ്സിലുണ്ടോ എന്ന് ചോദിച്ചാൽ ചില വ്യക്തികളുടെ, എല്ലാവരുടെയും ഉണ്ട്. ഓക്കെ, എല്ലാവരുടെയും മനസ്സിലുണ്ട്. ചില വ്യക്തികൾ ജഗ്ലിംഗ് സിറ്റുവേഷനിലാണെങ്കിലും എല്ലാവരുടെയും മനസ്സിൽ പേഴ്സൺ ഉണ്ട്. ഓക്കെ, മറ്റ് ചില വ്യക്തികൾ ഫാമിലിക്ക് വേണ്ടിയിട്ട് മാറി നിൽക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾ ഓഫർ കൊടുത്തിരുന്നാലും സ്വീകരിക്കാൻ തയ്യാറല്ല, അവർ സ്വീകരിക്കത്തില്ല. ഫാമിലി അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ ലൈഫിലുള്ള തേർഡ് പാർട്ടി മറ്റെന്തെങ്കിലും ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് ഈ ഒരു സമയത്ത് നിങ്ങൾ ഓഫർ കൊടുത്തിരുന്നാലും നിങ്ങളുടെ പേഴ്സൺ സ്വീകരിക്കത്തില്ല. ഓക്കെ, അപ്പം ഇവിടെ ടൈം പ്രഡിക്ഷൻ്റെ ഒരു 4 കാർഡ് വെച്ചിട്ടുണ്ട്. ഈ ഒരു 4 കാർഡിൽ 1, 2, 3, 4. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നമ്പർ ഇത് സെലക്ട് ചെയ്യാം. ഈ നമ്പറുമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും റെസനേറ്റ് ആകുന്നെങ്കിൽ ആ നമ്പർ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് എടുക്കാം.
നിങ്ങളുടെ മൂലാങ്കം എന്ന് പറയുമ്പോഴത്തേക്ക് ന്യൂമറോളജി നമ്പർ, നിങ്ങളുടെ ബർത്ത് ഡേറ്റ് വരുന്ന നമ്പർ, അങ്ങനെ എന്തെങ്കിലും ഈ 1, 2, 3, 4 വരുന്നുവെങ്കിൽ എടുക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എടുക്കുക. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സണുമായിട്ട് ബ്രേക്കപ്പ് ആയ ദിവസമോ, ഓക്കെ, ഡബിൾ നമ്പറാണ് വരുന്നതെങ്കിൽ, ഇപ്പോൾ 22 വരുന്നതെങ്കിൽ ആ 2 2 4, ഓക്കെ, അപ്പോൾ 1 2 3 4, ഓക്കെ, അങ്ങനെ എടുക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കുക. ഓക്കെ, നിങ്ങൾ എടുത്തു എന്ന് വിചാരിക്കുന്നുണ്ട്. അത് ടൈം പ്രഡിക്ഷൻ കാർഡാണ്. നമുക്ക് നോക്കാം. ഒന്നാമത്തെ നമ്പർ എടുത്തിരിക്കുന്ന വ്യക്തി, ഓക്കെ, ഇറ്റ്സ് കമ്മിങ് ഫോർ യു എന്നാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് സമയം വന്നുകൊണ്ടിരിക്കുന്നു. ഓക്കെ, നിങ്ങൾ സന്തോഷത്തോടെ ഇരിക്കുക. ഒന്നാമത്തെ നമ്പർ എടുത്ത വ്യക്തികൾക്ക്. ഓക്കെ, രണ്ടാമത്തെ നമ്പർ എടുത്ത വ്യക്തികൾക്ക് നെക്സ്റ്റ് ഇയർ ആയിരിക്കും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് എന്തെങ്കിലും ഒരു റീയൂണിയനോ വരുന്ന സമയം. ഓക്കെ, മൂന്നാമത്തെ നമ്പർ, നിങ്ങളിപ്പം ഇത്രയും സങ്കടപ്പെടേണ്ട, സ്റ്റോപ്പ് വെരി ടു മച്ചായി, നിങ്ങൾ അത്രത്തോളം പ്രയാസപ്പെടുന്നുണ്ട്. അപ്പം അങ്ങ് അത്രയ്ക്കും വേണ്ട. അപ്പം നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ മൂവ് ഓൺ ആകുക. അതല്ലാണ്ട് ഇത്രത്തോളം നിങ്ങൾ സങ്കടപ്പെട്ട് സ്വന്തം ആത്മാവിനെ പോലും നശിപ്പിക്കുന്ന രീതിയിൽ ആകരുത് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, നിങ്ങൾ സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ആകുക. ഓക്കെ, ദിസ് വീക്ക്, ഈ ആഴ്ച നിങ്ങൾക്ക് നോക്കാം, എന്തെങ്കിലും നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും കാര്യമുണ്ടാകും. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഈ ടൈം നിങ്ങൾക്ക് റെസനേറ്റ് ആയോ ഇല്ലയെന്ന് പറയുക. ഓക്കെ, ഈ ഒരു സമയവുമായിട്ട് എന്തായാലും നെക്സ്റ്റ് ഇയറിലല്ലേ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കുക. അപ്പോൾ താങ്ക് യു. എല്ലാവരും സമാധാനത്തോടും സന്തോഷത്തോടും ഇരിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്ക് ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അയച്ചു കൊടുക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ അയക്കണ്ട, അതെല്ലാം നിങ്ങളുടെ ഇഷ്ടം. ഓക്കെ, അപ്പോൾ താങ്ക് യു. യൂണിവേഴ്സ് മദറിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കട്ടെ. ഓക്കെ, താങ്ക് യു. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്ത് ഒരു ലൈക്ക് ഇട്ടിട്ട് പോകണേ പ്ലീസ്. ഓക്കെ, താങ്ക് യു.